നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഫെബ്രുവരി 7 PSC നടത്തുന്ന പരീക്ഷയാണ് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ. അപ്പൊ ഒരുപാട് പേര് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും സ്പെഷ്യൽ ടോപ്പിക്സും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു 3 ചോദ്യ പേപ്പറുകൾ ഒരുമിച്ച് അങ്ങ് ചെയ്താലോ? നിങ്ങൾക്ക് നല്ലൊരു റിവിഷനും ആയിരിക്കും. ചോദ്യങ്ങളുടെ പാറ്റേൺ അവസാനമായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ആവും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. 2025 നിന്ന് തന്നെ ബാക്കിലേക്ക് തുടങ്ങാം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കുന്ന ചക്രവർത്തി ആരാണ്? നെപ്പോളിയൻ ആണ്. നെപ്പോളിയൻ. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ഇവിടെ തെറ്റായിട്ടുള്ളത് 2ഉം 3ഉം ആണ്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചത്. 1930 ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ 2 ഇയേഴ്സും തെറ്റിപ്പോയില്ലേ? അപ്പൊ ആ 2 സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. ബാക്കി 2ഉം 1ഉം 4ഉം ശരിയാണ്. ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. 1857 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബഹദൂർ ഷാ ഡൽഹിയിലാണ് നേതൃത്വം നൽകിയത്. ഷാമാൽ ബറൌട്ട് പർഗാനയിലാണ്. മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലാണ്. ബീഗം ഹസ്രത് മഹൽ ലക്നൌവിലാണ് നേതൃത്വം നൽകിയത്. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1865 തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? സജി ചെറിയാനാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക, എന്നിട്ട് അനുയോജ്യമായ ഉത്തരങ്ങൾ എഴുതുക. 2 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഉപ്പുതടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തെക്കാൾ കൂടുതൽ ആയിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന 2ഉം ശരിയാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണവുമാണ്. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? ഇരുമ്പും നിക്കലുമാണ് ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഇവിടെ ശരിയല്ലാത്തത് 2ഉം 3ഉം ആണ്. ഇവിടെ 2ാമത്തെ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റിപ്പോയി? അഗുൽഹാസ് എന്നത് ഉഷ്ണജല പ്രവാഹമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ്. ഇവിടെ ശീതജലം എന്നല്ലേ തന്നിരിക്കുന്നത്. ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ് എന്നാണ് തന്നിരിക്കുന്നത്. ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹമാണ്, അത് കറക്റ്റ് ആണ്. പക്ഷേ പസഫിക് സമുദ്രത്തിലെ ആണോ? അല്ല, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ്. ബാക്കി 2ഉം ശരിയാണ്. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അപ്പൊ 2ഉം 3ഉം ആണ് തെറ്റ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തയിലേക്ക് പോകാം. ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്? ലിഗ്നൈറ്റ് ആണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധമില്ലാത്തത് ഏത്? RBIയുമായി ബന്ധമില്ലാത്തത് പാവപ്പെട്ടവന്റെ ബാങ്ക് എന്നതാണ്. വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ, ബാങ്കുകളുടെ ബാങ്ക്, സർക്കാരിന്റെ ബാങ്ക് എല്ലാം ഏതാണ്? RBI ആണ്. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? നബാർഡ് ആണ്. നബാർഡ്. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. VFA ബെവ്കോ LD കോംബോ ബാച്ച് ആണ്.
പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡഡ് ആണ്. പ്രിലിംസിന്റെ ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ. ആദ്യം മുതൽ തന്നെ പഠിക്കാം. 50 days പ്രിലിംസ് ടൈം ടേബിൾ, 50 ദിവസം കൊണ്ട് നമ്മൾ പ്രിലിംസ് സെറ്റ് ആക്കി തരും, എക്സാം ഉൾപ്പെടെ. എന്നിട്ട് ആ ബാച്ച് തന്നെ പ്രിലിംസിന്റെ കോച്ചിങ് കഴിഞ്ഞിട്ട് മെയിൻസിന്റെ കോച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ ഒരു ഒറ്റ ബാച്ച് എടുത്താൽ VFAക്ക്, ബെഫ്കോ LDക്ക്, അതുപോലെ കമ്പനി LGSനും യൂസ്ഫുൾ ആണ്. അപ്പോൾ മെയിൻസ് എക്സാം, ബെഫ്കോ അതുപോലെ VFA ഇതിന്റെ മെയിൻസ് എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റിയും ഉണ്ടായിരിക്കും. അപ്പോൾ കമ്പനി LGSന് സെപ്പറേറ്റ് ബാച്ച് അവൈലബിൾ ആണ്. അതുപോലെ +2 ലെവൽ എല്ലാ എക്സാംസിനും ബാച്ച് അവൈലബിൾ ആണ്. ഡിഗ്രി ലെവൽ എല്ലാ എക്സാംസിനും ബാച്ചുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഹർഷിതം എഡ്യൂടെക് ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകൾക്കും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്ട്ലി ചാറ്റ് ചെയ്ത് ഡൗട്ട് തീർക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. 24/7 ആപ്പിന്റെ ആക്സസിബിലിറ്റി ഉണ്ടായിരിക്കും. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണോ, വീട്ടമ്മയാണോ, സ്റ്റുഡന്റ് ആണോ, ആരായാലും കുഴപ്പമില്ല. വളരെ ലളിതമായ രീതിയിലാണ് ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് എടുത്തു തരുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ കയറി ജോയിൻ ചെയ്തോളാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എല്ലാം ഞാൻ ഫസ്റ്റ് കമന്റിലൊക്കെ കൊടുത്തേക്കാമേ, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആര്? ദാദാഭായ് നവറോജിയാണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത്. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ലാത്തത് ഏതാണ്? ജൈവ കൃഷിരീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ലാത്തത്. ബാക്കി 3 ലക്ഷ്യങ്ങളാണ്. വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. ഹോട്ടൽ, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്? തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? RBIയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത്? ആമുഖവുമായി ബന്ധപ്പെട്ടതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്. പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമ സംഹിത നടപ്പിലാക്കുക, വകുപ്പ് 44 ഏകീകൃത സിവിൽ കോഡാണ്. അടുത്തത് ചേരുംപടി ചേർക്കുക. ഇവിടെ ചേരുംപടി ഒന്ന് ചേർത്ത് നോക്കാം. ABC 3 കോളങ്ങളുണ്ട്. അപ്പൊ ആദ്യം 42ാം ഭരണഘടനാ ഭേദഗതി ചെറിയ ഭരണഘടന എന്നറിയപ്പെടുന്നു. കൂടാതെ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് 42ാം ഭേദഗതി പ്രകാരമാണ്. 44ാം ഭേദഗതി വകുപ്പ് 300A 1978 ആണ്. 73ാം ഭേദഗതി 11ാം പട്ടിക ത്രിതല പഞ്ചായത്ത്. 86ാം ഭേദഗതി വകുപ്പ് 21A കൂട്ടിച്ചേർത്തു, വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് വിദ്യാഭ്യാസമുണ്ട്, വനമുണ്ട്, മായം ചേർക്കലുണ്ട്, തൊഴിലാളി സംഘടനയുണ്ട്, വിവാഹവും വിവാഹമോചനവും ഉണ്ട്, ദത്തെടുക്കലും പിന്തുടർച്ചയും ഉണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്നതെല്ലാം കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. അടുത്തത് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏത്? വിവേചനാധികാരത്തിൽ പെടാത്തത് ഗവർണറെ നിയമിക്കാനുള്ള അധികാരമാണ് പെടാത്തത്. ബാക്കിയെല്ലാം ഉൾപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാം. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം. ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 104ാം ഭേദഗതിയാണ്. 104. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 280 ശരി. ഇതിന്റെ കാലാവധി 5 വർഷമാണ് ശരി.
ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് ആസ്ഥാനം. മുംബൈ എന്നാണ് തന്നിരിക്കുന്നത്. ഡോക്ടർ അരവിന്ദ് പനഗരിയെയാണ് ഇതിന്റെ ചെയർമാൻ. ഇത് മൂന്നും ശരിയാണ്, ആസ്ഥാനം തെറ്റും. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇപ്പോ VB ജിറാംജിയായി ഇത് അന്ന് ചോദിച്ച ചോദ്യമാണ്. ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം, 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം, തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം. ശരിയാണ്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ KSSM എത്ര അംഗങ്ങളാണുള്ളത്? 15 അംഗങ്ങളാണ്. താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത്? 60 വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കണക്കാക്കുന്നത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആര്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ് വൈസ് ചെയർമാൻ. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? റാം ഡിയോ മിശ്രയാണ്. റാം ഡിയോ മിശ്ര. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? UNEP സ്ഥാപിതമായത് 1972. ശരി. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ചത് 1971. ശരി. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ സ്ഥാപിച്ചത് 1993 95 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ അത് മാത്രമാണ് ഇവിടെ തെറ്റിപ്പോയത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? സാൽമൊണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗങ്ങളിൽ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. ശരിയാണ്. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. ശരിയാണ്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗികളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഈ മൂന്നും ശരിയാണ്. മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശനത്തിന് കാരണമാകുന്നു എന്ന് വെളിവാക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം എന്ന പുസ്തകത്തിന്റെ രചയിതാവാര്? എലിസബത്ത് കോൾബർട്ട് ആണ്. ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിതഗ്രഹവാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന പെർമിറ്റ് കാർബൺ ക്രെഡിറ്റ് ആണ്. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവനി എന്ന പദ്ധതി. അടുത്തത്, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെയാണ്? വ്യത്യാസം എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 15 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ ഫോക്കസ് ഇതിന്റെ ഹാഫ് ആയിരിക്കും. 15 സെന്റിമീറ്ററിന്റെ ഹാഫ് എന്ന് പറയുമ്പോഴത്തേക്കും 7.5 സെന്റിമീറ്റർ ആണ് വരേണ്ടത്. ഇവിടെ മീറ്റർ എന്നല്ലേ കൊടുത്തേക്കുന്നത്. അപ്പൊ തെറ്റാണ്. ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏത്? മാലൂസ് നിയമമാണ്. മാലൂസ് നിയമം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? സ്പേഡെക്സ് ആണ്. സ്പേഡെക്സ്. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര്? ലൂയിസ് ഡി ബ്രോഗ്ലി ആണ്. CuNH3 6 times Cl3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ +3 ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ലൂയിസ് ബേസ് അല്ലാത്തത്. ബാക്കി H2O, NH3, OH- ഒക്കെ ലൂയിസ് ബേസുകളാണ്. 2023 രസാന്തര നൊബേൽ പ്രൈസ് ഏതിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ക്വാണ്ടം ഡോട്ട്സ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ച തെന്മല കൊല്ലം ജില്ലയിലാണ്. ശരി. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. ശരി. ഇവിടെ മൂന്നാമത് സ്റ്റേറ്റ്മെന്റ്, കേരളത്തിലെ ആദ്യത്തെ നീരാ പ്ലാന്റ് അല്ല, കേരളത്തിലെ ആദ്യത്തെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള നീരാ പ്ലാന്റ് ആണ് 2015 കൈപ്പുഴയിൽ ആരംഭിച്ചത്. നാലാമത് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് ചവറയിലാണ്. ചവറ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഈ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് വ്യക്തിയെ തിരിച്ചറിയുക. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1897 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ആരാണ്? അയ്യത്താൻ ഗോപാലൻ.
ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പുരുഷന്മാരുടെ ഇതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ 2ഉം 3ഉം തെറ്റാണ്, ബാക്കി 2 ശരി. 2002, 2013, 2025 എന്നീ വർഷങ്ങളിൽ ഇന്ത്യയാണ് ജേതാക്കളായത്. ന്യൂസിലൻഡ് കിരീടം നേടിയ വർഷം 2000 ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ക്രിസ്റ്റി കവൻട്രി, ശരിയാണ്. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വംശജ കൂടിയാണ് ക്രിസ്റ്റി കവൻട്രി. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓക്കെ, അടുത്തത് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ചോദ്യങ്ങളാണ്. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം. ഇംഗ്ലീഷിലേക്ക് പോകാം. ദ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ് ഡാഷ് നോട്ട് സാറ്റിസ്ഫാക്ടറി. അപ്പൊ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ് അതെന്ന് പറയുന്നത് സിംഗുലാർ അല്ലേ? അപ്പോ സിംഗുലാർ വേർബ് ആണ് ചേർക്കേണ്ടത്, വാസ്. അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് എടുത്താലും മതി. വേറെ പ്ലൂറൽ ആണ്, ഹാവ് ബീൻ പ്ലൂറൽ ആണ്, ആർ പ്ലൂറൽ ആണ്. അപ്പൊ ഈ പ്ലൂറലിൽ നിന്നും ഓഡ് വൺ ആയിട്ട് നിൽക്കുന്ന വാസ് മാത്രം സിംഗുലർ അല്ലേ? അപ്പൊ ഓഡ് വൺ ഔട്ട് എടുത്താലും ഇതിന് ഉത്തരം കിട്ടും. ഹി ഡാഷ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച്. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തേ. നൺ ഓഫ് us പ്ലേഡ് ദ ഗെയിം വെൽ. നൺ ഓഫ് us സെന്റൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, അപ്പോൾ പോസിറ്റീവ് ടാഗ് വേണം. ഇവിടെ പോസിറ്റീവ് ടാഗ് ഡിഡ് അസും ഡിഡ് വിയും. ഇവിടെ ഏതാണ്? ഡിഡ് വി ആണ് ഉത്തരം. If you had reached the venue at the right time, you dash the chief guest. Could have met on. Had plus V3 വന്നാൽ മെയിൻ ക്ലോസിൽ could have അല്ലെങ്കിൽ should have അല്ലെങ്കിൽ might have അല്ലെങ്കിൽ would have plus V3 വേണം വരാൻ. അപ്പോൾ could have met ആണ് ഉത്തരം. Teacher could not dash beating the student for his misbehavior. Keep from ആണ്, keep from. The correctly spelt word. ഇവിടെ memento, ഓപ്ഷൻ C ആണ്, MEMENTO. The court observed the agreement null and void. Null and void ന്റെ മീനിങ് എന്താണ്? ഇൻവാലിഡ് ആണ്. Pick out the word for a person who does not believe in and is strongly against accepted ideas, traditions, images, etc. ഉത്തരം ഓപ്ഷൻ A, iconoclast. Change into reported speech. He said, will you listen to such an advice? ഇതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? He asked whether they would listen to such an advice. എക്സ്പാൻഡ് UPI. യുടെ ഫുൾ ഫോം എന്താ? യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് എന്നതാണ്. അടുത്ത മലയാളം ചോദ്യങ്ങൾ. അവൻ എന്ന പദം പിരിച്ചെഴുതിയാൽ ആ അധികം അൻ. ആദേശസന്ധിക്ക് ഉദാഹരണം വിൺ അധികം തലം, വിണ്ടലം. ആർക്കിടൈപ്പ് എന്നതിന്റെ മലയാളം എന്താ? ആദിപ്രരൂപം എന്നതാണ്. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? അതിവാത്സല്യം അപകടകാരിയാണ്. ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിദൃശ്യ, ഇതിന്റെ ഒറ്റപ്പദം എന്താണ്? തരണം ചെയ്യാനുള്ള ഇച്ഛ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇവിടെ ഉഗ്രം അത്യുഗ്രം എന്നതാണ്. ഉഗ്രം ഓപ്പോസിറ്റ് എന്താ? ശാന്തം. കുതിരയുടെ പര്യായം അല്ലാത്തത് ഏത്? കുതിരയുടെ പര്യായം അല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നതില് നഗജം ആണ്. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഇവിടെ നായകൻ, നായകിയല്ല, നായികയാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം വൈദ്യർ ആണ് പൂജക ബഹുവചനം. കരണീ പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്താ? അപൂർവമായ സംഭവം എന്നതാണ്. ഇനി സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് പോകാം. അബ്കാരി നിയമപ്രകാരം 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല എന്നതാണ് ഉത്തരം. അബ്കാരി നിയമപ്രകാരം 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. ENA-യുടെ പൂർണ്ണനാമം എന്താണ്? എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്നതാണ് ENA-യുടെ പൂർണ്ണനാമം. അടുത്ത ചോദ്യം. NDPS നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന എന്താണ്? കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ് എന്നതാണ്. ഗേജിംഗ് എന്നാൽ ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നതാണ് ഗേജിംഗ്. NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിന്റെയോ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെയോ സാന്നിധ്യത്തിൽ അല്ലാതെ മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചിരുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിന്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തന്റെ തൊട്ട് മുകളിലുള്ള മേലുദ്യോഗസ്ഥന് നൽകണം. 72 മണിക്കൂറാണ്. 72. അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വെക്കാൻ പറ്റും? ചാരായം കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. ഒരാൾ തന്റെ സുഹൃത്തിന്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല
അത് ശരിയായ പ്രസ്താവനയാണ്. മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസ് എടുക്കാം എന്നതും ശരിയാണ്. കേരളത്തിൽ മദ്യഷോപ്പുകൾ അടച്ചിടുന്ന ദിവസം ഏതൊക്കെ? മഹാത്മാഗാന്ധി ജയന്തി ദിവസം, ശ്രീനാരായണ ഗുരു ജയന്തി ദിവസം, ശ്രീനാരായണ ഗുരു സമാധി ദിവസം, മഹാത്മാഗാന്ധി ചരമദിനം. എല്ലാം ശരിയാണ്. ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ മദ്യഷോപ്പ് അടച്ചിടും. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുകളുമായി കലർത്തുന്നതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ബ്ലെൻഡിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1953 വിദേശ മദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസ് ആയ FL6 ലൈസൻസിന്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്ര? 50,000 രൂപ. കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദനീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ വീര്യം 35 UP ആണ്. കേരളത്തിലെ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏത്? FL9 ലൈസൻസ് ആണ്. കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയത്? വകുപ്പ് 4. കോട്ട്പ ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? 100 യാർഡാണ്. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാ? 18 വയസ്സ്. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷനായ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ 14405. കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ചത് ഏത് വർഷം? വിമുക്തി 2016 രൂപീകരിച്ചത്. 2000 വിവര സാങ്കേതിക നിയമപ്രകാരം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ. 2000 വിവര സാങ്കേതിക നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനാപരമായോ സത്യസന്ധതയില്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് ലഭിക്കാവുന്നത്. അപ്പൊ ഇത്രയാണ് 2025 ചോദിച്ച ചോദ്യം. ഇനി നമുക്ക് മറ്റൊരു ചോദ്യപേപ്പർ നോക്കാം. അടുത്ത ചോദ്യപേപ്പർ നോക്കാം. 2023 PSC നടത്തിയ എക്സാമിന്റേതാണ്. ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏതാണ്? ചരിത്രപരമായി തെറ്റായത് നെപ്പോളിയന്റെ പതനത്തിനിടയാക്കിയ വാട്ടർലൂ യുദ്ധം നടന്നത് 1718 എന്നാണ് തന്നിരിക്കുന്നത്. വാട്ടർലൂ യുദ്ധം നടന്നത് എന്നാ? 1815. ബാക്കി 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് 1688. 1492 കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു. റഷ്യൻ വിപ്ലവം നടന്നത് 1917. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി? ലൂയി 14 താഴെ പറയുന്നവയിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത്. ഹാരപ്പൻ സംസ്കാരം ഒരു ഇരുമ്പ് യുഗ സംസ്കാരമായിരുന്നു. തെറ്റാണ്. ഹാരപ്പൻ സംസ്കാരം അഥവാ സിന്ധു നദീതട സംസ്കാരം ഒരു വെങ്കല യുഗ സംസ്കാരമായിരുന്നു. ബ്രോൺസ് ഏജ് ആയിരുന്നേ. അടുത്ത ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണന അനുസരിച്ച് ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതുക. ആദ്യം നടന്നത് ചമ്പാരൻ സത്യാഗ്രഹം, 2ാമത് അഹമ്മദാബാദിലെ തുണിമിൽ സമരം, 3ാമത് ചൗരി ചൗര, 4ാമത് കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റേതല്ലാത്ത കൃതി ഏതാണ്? അഖിലത്തിരുട്ടാണ്. ആരാണ് രചിച്ചത്? വൈകുണ്ഠസ്വാമികളാണ്. ഓപ്പറേഷൻ ഗംഗ ഏത് ദൗത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ ഗംഗ ഉക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ദൗത്യമാണ്. ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവ സ്ഥാനം ഭൂകമ്പ നാഭിയാണ്. വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ്? യുവത്വ ഘട്ടത്തിൽ വെച്ചാണ് വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ദൃഢമായ ധാതു ഏത്? ഡയമണ്ട് ആണ്. ഊഷ്മാവിന്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരൻ ആരാണ്? കേപ്പനാണ്.
ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇടുക്കി ജില്ലയിലാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. MC റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര് എന്ത്? ഗ്രീൻഫീൽഡ് ആണ്. ഗ്രീൻഫീൽഡ്. സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴം പച്ചക്കറികളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് സുവർണ വിപ്ലവം. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാ? റാബിയാണ്. കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനമാണ് സിഡ്കോ. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഈ തന്നിരിക്കുന്നതെല്ലാം ലക്ഷ്യങ്ങളാണ്. സുസ്ഥിര വികസനം, മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക, വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക. ലോക പയറുവർഗ ദിനം എന്നാണ്? ഫെബ്രുവരി 10 ലോക പയറുവർഗ ദിനം. ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? റിപ്പബ്ലിക്, ഫ്രഞ്ച് ഭരണഘടന. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. മാൻഡമസ് എന്ന റിട്ടിന്റെ അർത്ഥം എന്ത്? മാൻഡമസ് എന്നാൽ കൽപ്പന, ബി കമാൻഡ് എന്നാണ് മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം. മൗലിക ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാ? 51A ആണ്. 51A. കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് ഏത്? എക്സിക്യൂട്ടീവിൽ പെടാത്തത് ആരാണ്? അറ്റോർണി ജനറൽ ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ആര്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ്. സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്ന്? സുപ്രീം കോടതിക്ക് ഭരണഘടനയിൽ നിന്നാണ് അധികാരം ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് ആണ്. സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പെക്ട്രം പദ്ധതി ഓട്ടിസം ബാധിച്ച കുട്ടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ നരേന്ദ്ര മോദി തന്നെയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ് ചെയർമാൻ. ചെറുകുടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാകുന്നത്? വില്ലസിന്റേതാണ്, വില്ലേ. തലച്ചോറിന്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? മെഡുല്ല. രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന ധാതു ഏത്? കാൽഷ്യമാണ്. സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്? ഗൗട്ട് എന്ന രോഗമാണ് ഉണ്ടാകുന്നത്, യൂറിക് ആസിഡ്. ICDSന്റെ പൂർണ്ണരൂപം എന്ത്? ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. എലിസ ടെസ്റ്റ് ഏതു രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്? എയ്ഡ്സ് രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പോൾ വോൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരിക്കേൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടന്റെ നിയമം ഏത്? രണ്ടാം ചലന നിയമം. കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് -2D എന്നാണ്. ഇത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ലെൻസ് ആണ്? 50 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ് ആണ്. ഹീറ്റിംഗ് കോയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. നിക്രോമിന്റെ താഴെ സൂചിപ്പിക്കുന്ന ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുവന്ന് ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവ്. ഇത് മൂന്നും 2022 നവംബറിൽ PSLV C-54 ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാ? EOS 06നെയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തത് ജെർമേനിയം, സിലിക്കൺ, ബോറോൺ എന്നിവയാണ്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ഷെൽ നമ്പർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹസങ്കരമായ അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം. അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്തത് ഏതാ? ക്രോമിയം. ബോക്സൈറ്റിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ലീച്ചിങ് ആണ്, ലീച്ചിങ്. ഉയിരിൻ കൊല കുടുക്കാക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഈ വരിയുടെ രചയിതാവ് ആര്?
വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെ? പാവക്കുട്ടി ഗ്രേസിയുടെ കൃതിയാണ്. എന്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാടിൻ്റെതാണ്. 2ഉം 4ഉമാണ് ശരി. മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ആത്മകഥയാണ്. തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത് ഏത്? ദി ക്രിയേഷൻ ഓഫ് ആദം. 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏതാണ്? നൃത്തം ചെയ്യുന്ന കുടകളാണ്. നൃത്തം ചെയ്യുന്ന കുടകൾ. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. ഇംഗ്ലീഷിലേക്ക് പോകാം. ഹൂസ് റെഡ് കാർ ഈസ് ഡാഷ് ഓവർ ദെയർ. ഓപ്ഷൻ സി ദാറ്റ് ആണ്. ദാറ്റ് ഓവർ ദെയർ. The punishment for a dash crime is usually harsher than an unplanned crime. Premeditative ആണ് ഉത്തരം. The professor along with his students dash attending the seminar. Is attending. No one can live without hope. Change this assertive sentence into an interrogative form. ക്വസ്റ്റ്യനിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. Can anyone live without hope എന്നതാണ്. Which of the following words cannot use the suffix ward? Member ആണ്. One who has little faith in human goodness and sincerity is a cynic. The expression sit on the fence means sit on the fence എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് to remain neutral എന്നതാണ്. Are you interested in acting? മീന asked me. ഇതിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യൂ. റിപ്പോർട്ട് ചെയ്യുമ്പോൾ മീന asked me if I was interested in acting. Fill in with the correct sentence forms of the verb go. ഗോയുടെ ഡിഫറെന്റ് ഫോംസ് വെച്ച് ഫിൽ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഡിഡ് ഹി ജസ്റ്റ് ഡാഷ് ഔട്ട്? ഇവിടെ വരുന്നത് ഗോ ഔട്ട്. നോ ഹി വെന്റ് ഔട്ട് 10 minutes ago. ഡിഡ് പ്ലസ് ഗോ ആണല്ലോ വെന്റ്. അപ്പൊ ഇവിടെ ആദ്യം വെന്റ് ചേർക്കാൻ പറ്റത്തില്ല. ഡിഡ് ഇവിടെ ഉള്ളത് കൊണ്ട് ഗോയെ ചേർക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഓപ്ഷൻ ഡി. ഐ വിൽ ഹാവ് ടു ഡാഷ് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു കംപ്ലീറ്റ് ദ വർക്ക് ഓൺ ടൈം. ഉത്തരം പുട്ടിനാണ്. അടുത്ത മലയാളം. ഏഷണി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ഏഷണി നാരദക്രിയ. ഭിക്ഷു എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ്? ഭിക്ഷുകി. താഴെ പറയുന്നതിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം ഏത്? ദ്വന്ദ്വ സമാസം ഗജാശ്വങ്ങൾ. ഋഷിയെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദം എന്ത്? ആർഷം. വിയോഗം എന്ന വാക്കിന്റെ വിപരീതം എന്താണ്? സംയോഗം. കാടിയായാലും മൂടി കുടിക്കണം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താ? ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത് എന്നതാണ്. താഴെ പറയുന്നതിൽ പക്ഷിയുടെ പര്യായം ഏത്? ഖഗം ആണ്. താഴെ പറയുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ദ്രോണരാണ്. പരിഭാഷപ്പെടുത്തുക. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദ പുവർ. ഉത്തരം നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും എന്നതാണ്. താഴെ പറയുന്ന വാക്യത്തിലെ തെറ്റ് തിരുത്തുക. വാക്യം ഇതാണ്: പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. അപ്പൊ ഇവിടെ തെറ്റ് തിരുത്തി എഴുതുന്നത് എങ്ങനെയാണ്? മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു എന്ന് വേണം വരാൻ. അടുത്ത സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയാ? 23 വയസ്സ്. താഴെ കാണുന്ന പ്രസ്താവനകളെ കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരി ഏതാണ്? ഇവിടെ ശരിയായിട്ടുള്ളത് ജനുവരി 30 കേരളത്തിൽ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കണം. ഇത് 3ഉം ശരിയാണ്. അടുത്തത് ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. മദ്യം കേരളത്തിൽ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന പരമാവധി അളവ്. പട്ടികയിലെ മദ്യയിനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ ഓപ്ഷൻ നോക്കിയിട്ട് ശരിയായിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നതില് IMFL 3 ലിറ്റർ ആണ് കയ്യിൽ വെക്കാവുന്നത്. അതുപോലെ ബിയർ 3.5 ലിറ്റർ ആണ് സൂക്ഷിക്കാവുന്നത്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. 2ഉം 3ഉം. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1997 ആണ്. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശം അല്ലെങ്കിൽ പ്രദേശങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളിലും ബാധകമാണ്. 2 കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ
10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ. മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല CH3OH ആണ്. കേരളത്തിൽ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? ഉത്തരം 37.5. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് ചട്ടങ്ങൾ പ്രകാരം അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയതാണ്. കേരളത്തിൽ വിദേശ മദ്യ ഷോപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത്? 1ഉം 3ഉം ശരിയല്ല. അതായത് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിവസം വിദേശ മദ്യ ഷോപ്പുകൾ പ്രവർത്തിക്കാൻ പറ്റുമോ? ജനിച്ച ദിവസവും പറ്റത്തില്ല, അദ്ദേഹത്തിന് സമാധി ദിവസവും പറ്റത്തില്ല. അതുകൊണ്ട് രണ്ടാമത് ശരിയായി, ജനിച്ച ദിവസം പറ്റത്തില്ല എന്നുള്ളത് ശരിയായി. മഹാത്മാഗാന്ധി ജനിച്ച ദിവസവും പറ്റത്തില്ല, അന്തരിച്ച ദിവസവും പറ്റത്തില്ല. അപ്പൊ അത് രണ്ടും തെറ്റാണ്. അപ്പൊ ഇവിടെ ജനിച്ച ദിവസം പ്രവർത്തിക്കാം എന്ന് പറയുന്നുണ്ട്, തെറ്റാണ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണ്. FL1 വിദേശ മദ്യ വിൽപ്പന സ്ഥാപനത്തിൽ നിന്നും ഒരാൾക്ക് ഒരു സമയം വില കൊടുത്ത് വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ് 180 ml. താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് കോട്ട്പ നിയമപ്രകാരം ശരിയായിട്ടുള്ളത്? 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. ശരിയാണ്. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. ഇത് രണ്ടും ശരിയാണ്. കോട്ട്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിൽ ആണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? 30 ആണ്. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിച്ചിരിക്കണം? 85%. കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷന്റെ പേരെന്താ? വിമുക്തി ഓർത്തിരുന്നോണെ, എപ്പോഴും ചോദിക്കും. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണേ. അടുത്ത ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47മായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഇവിടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. ശരിയാണ്. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. ശരിയാണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? 3 പേരും. കമ്പനി, പാർട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി, ഇവർ 3 പേരും നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43യിൽ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ഇതൊന്നുമല്ല. പെർമിഷൻ ഇല്ലാതെ ഡേറ്റാസ് വല്ലതും ഡൗൺലോഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ വൈറസിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ് ടു 1 crore വരെ ശിക്ഷിക്കപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ. ഇത് 2022 നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടേതാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാമാണ്? സമാധാനപരമായ സഹവർത്തിത്വം, വംശീയവാദത്തോടുള്ള വിദ്വേഷം. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന 1ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? T. പ്രകാശം. താഴെ തന്നിരിക്കുന്നവരിൽ നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? ഇവിടെ തന്നിരിക്കുന്നതിൽ നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് NB ജോസഫ് ഉണ്ട്, C. കേശവൻ ഉണ്ട്, TM വർഗീസ് ഉണ്ട്. ഇവര് 3 പേരുമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന? പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു, അതുപോലെ പുലയർ എന്ന കവിത എഴുതി. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ്? സുരേന്ദ്രനാഥ് ബാനർജി. ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാ? ശ്രീലങ്ക. ശ്രീലങ്കയ്ക്ക് ഡയലോഗ് പാർട്ട്ണർ സ്റ്റാറ്റസ് ആണ് SCO അല്ലെങ്കിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലുള്ളത്. ആൻഡമാൻ ദ്വീപ സമൂഹത്തെയും നിക്കോബാർ ദ്വീപ സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ്? 10 ഡിഗ്രി ചാനലാണ്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ 1ാമത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാർ. അടുത്തതും ഡിലീറ്റഡ് ആണ്. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ബസാൾട്ട്. ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തി
8°4' നോർത്ത് മുതൽ 37°6' നോർത്ത് വരെയാണ്. താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക. യോജിക്കാത്തത്: ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഫിലിപ്പീൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് മനിലയാണ് ആസ്ഥാനം. ഫിലിപ്പീൻസിന്റെ ക്യാപിറ്റലായ മനില. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വേണ്ടി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാഭായ് നവറോജി. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു. എല്ലാം ശരിയാണ്, തന്നിരിക്കുന്നത് എല്ലാം ശരിയാണ്. ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഇവിടെ 3 ശരിയായിട്ടുള്ളത്. ആദ്യത്തെ 3. ലോക വ്യാപാര സംഘടന 1995 നിലവിൽ വന്നു. അന്താരാഷ്ട്ര വ്യാപാര രംഗത്തെ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ്. ലോക വ്യാപാര സംഘടന ഗാട്ടിന്റെ പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്നു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. ഇവിടെ ന്യൂയോർക്ക് എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണേ. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നത് ശരിയല്ലാത്തത്: 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് PC മെഹലനോബിസ് എന്നാണ്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് ആരാണ്? KN രാജാണ്. KN രാജ, പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ KN രാജ. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ 2ാം ഘട്ടത്തിന്റെ കാലയളവ് 1970കളുടെ മധ്യം മുതൽ 80കളുടെ മധ്യം വരെ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ നൂതന സംരംഭമായ ഡിജിറ്റൽ പേയ്മെന്റ് സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതില് 2021 ജനുവരി 1 റിസർവ് ബാങ്ക് തുടക്കമിട്ട പദ്ധതി പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനുള്ള സൂചികയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സൂചിക. ഇത് രണ്ടുമാണ് ശരി. നിലവിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ നിയോജക മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യുന്നതിനെ അറിയപ്പെടുന്നത് ജെറിമാൻഡറിംഗ് എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പട്ടികജാതി പട്ടികവർഗങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാ? 330 മുതൽ 342 വരെ. ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളുടെ സംവരണം സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് ആരാണ്? അതിർത്തി നിർണയ കമ്മീഷൻ. തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ. ഭരണഘടനയുടെ മനസാക്ഷി എന്ന നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ലോക്സഭയുടെ പുതിയ സെക്രട്ടറി ജനറൽ താഴെ പറയുന്നവരിൽ ആരാണ്? ഉത്പൽ കുമാർ സിംഗ് ആണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപലാനിയാണ്. ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് ഏത്? കോ വാറണ്ടോ. 44ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി. കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 11. കേരളത്തിൽ ക്യാൻസർ ചികിത്സ സൗജന്യമാക്കിയ പദ്ധതി സുഗതം എന്ന പദ്ധതിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമം ഏതാ? കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. ഭരണഘടനയിൽ ഭരണ ട്രൈബ്യൂണലിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 323A. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലെ വായു വിനിമയവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന അളവുകളിൽ ശരിയായവ തെരഞ്ഞെടുക്കുക. ഉച്ഛ്വാസ സംഭരണ വ്യാപ്തം 2500 മുതൽ 3000 ml. നിശ്വാസ സംഭരണ വ്യാപ്തം 1000 മുതൽ 1100 ml. ഹൈഡ്രാർക്ക് എന്ന പാരിസ്ഥിതിക അനുക്രമത്തിലെ തന്നിരിക്കുന്ന വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ക്രമം കണ്ടെത്തുക. ഇവിടെ ആദ്യം വരുന്നത് സസ്യ പ്ലവക ഘട്ടം, രണ്ടാമത് വരുന്നത് മുങ്ങിക്കിടക്കുന്ന സസ്യങ്ങളുടെ ഘട്ടം, ദെൻ മുങ്ങിക്കിടക്കുന്നതും ഒഴുകി നടക്കുന്നതുമായ സസ്യങ്ങളുടെ ഘട്ടം, പിന്നെ പുല്ലുകൾ നിറഞ്ഞ ചതുപ്പ് ഘട്ടം, പിന്നെ കുറ്റിച്ചെടികൾ ഉൾപ്പെട്ട ഘട്ടം. ഓപ്ഷൻ സി ആണ് ഉത്തരം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം. ഇത് രണ്ടുമാണ് ശരി. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ടൈപ്പ് 2 പ്രമേഹവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? ടൈപ്പ് 2 പ്രമേഹവുമായി ബന്ധപ്പെട്ട് ജീവിതശൈലി രോഗമായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് അറിയപ്പെടുന്നു. കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത്
അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പിലാക്കുന്ന മറ്റു പദ്ധതികൾ തന്നിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്നതില് നയനാമൃതം, പാദസ്പർശം, സിറാസ്, ഇത് മൂന്നും ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിൻ ഏതാണ്? സൈക്കോവ് ഡി. തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? 0. ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിപ്പിക്കും. ഈ പ്രസ്താവന ഏത് നിയമമാണ്? പാസ്കൽ നിയമം. പ്രൊജക്ടൈൽ മോഷൻ ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാ? പ്രൊജക്ടൈൽ മോഷൻ, ജാവലിൻ, മിസൈൽ, റോക്കറ്റ്, ഇത് മൂന്നും പ്രൊജക്ടൈൽ ആണ്. ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ വാഹനത്തിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏത്? DLV-TB. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏതാണ്? മണ്ണ്. ചുവടെ നൽകിയിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? Pയും 1/Vയും തമ്മിലുള്ള ഗ്രാഫാണ്. ഏത് നിയമം? ബോയിൽ നിയമമാണ്. കാർബണിന്റെ താപഗതിക സ്ഥിരത ഏറ്റവും കൂടുതലുള്ള രൂപാന്തരത്വം ഏതാ? ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ്. ഏത് മേഖലയിലെ ഗവേഷണത്തിനാണ് 2021 കെമിസ്ട്രി നൊബേൽ സമ്മാനം ലഭിച്ചത്? അസിമെട്രിക് ഓർഗാനോ കാറ്റാലിസിസിനാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചന്തുമേനോന്റെ നോവലുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇന്ദുലേഖയും ശാരദയുമാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും മണി മാധവ ചാക്യാർക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നതില് കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നു. കൂടിയാട്ടത്തെ കുറിച്ച് നാട്യകൽപദ്രുമം എന്ന ഗ്രന്ഥം രചിച്ചു. 1974 പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ഇത് മൂന്നുമാണ് ശരി. തുടർച്ചയായി 2 ഒളിമ്പിക്സുകളിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ വനിതാ താരം ആര്? PV സിന്ധു. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 2020 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? P ജയചന്ദ്രനാണ്. അടുത്തത് മാക്സ് ആൻഡ് മെന്റലബിലിറ്റി ആണ്. നമ്മൾ ഇംഗ്ലീഷിലേക്ക് പോകുന്നു. സെലക്ട് ദ ആന്റോണിം ഓഫ് ദ വേർഡ് പ്ലെയിൻറ്റീവ്. ഇതിന്റെ ഓപ്പോസിറ്റ് എന്താന്നാ ചോദിച്ചേക്കുന്നത്? പ്ലെയിൻറ്റീവ്, ഡിലൈറ്റഡ്. പിക്ക് ദ സിനോണിം ഓഫ് ഡിലിജൻസ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. അസിഡിവിറ്റി. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് സ്പീച്ച് ബിഫോർ ഐ ഈൽഡ്. ഐ വിൽ ഡൈ ബിഫോർ ഐ ഈൽഡ്. അത് ബിഫോർ ഐ ഈൽഡ് എന്നത് ഏത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്? ആഡ്വർബ് ക്ലോസ് ആണ്. ഇവിടെ സെന്റൻസ് തന്നിട്ടുണ്ട്. ഇതിലെ ഏത് ഭാഗത്താണ് ഇറർ എന്ന് നോക്കുക. 100 rupees ആർ നോട്ടയല്ല, ഈസ് നോട്ടയാണ് വരേണ്ടത്. അപ്പൊ ആർ നോട്ടയാണ് തെറ്റ്. അടുത്തത് ഇൻഡയറക്ട് ഫോം ആക്കാനാണ്. രാം സെഡ് ഹിസ് ബ്രദർ വേർ ആർ യു ഗോയിങ്. റിപ്പോർട്ട് ചെയ്യുമ്പം എങ്ങനെ വരും? രാം ആസ്ക്ഡ് ഹിസ് ബ്രദർ വേർ ഹി വാസ് ഗോയിങ്. പിക്ക് ദ പാസീവ് ഫോം ഓഫ് ദ സെന്റൻസ്. ദേ വേർ ബീറ്റിംഗ് ദ ബോയ്. ഇതിനെ പാസീവ് ഫോമിലേക്ക് ആക്കുമ്പോൾ ദ ബോയ് വാസ് ബീയിങ് ബീറ്റൺ ബൈ ദം. ഇൻഡെക്സ്, അതിന്റെ പ്ലൂറൽ ഫോം കണ്ടെത്തൂ. ഇൻഡെക്സസ്. ഇൻഡെക്സസ് എന്നതാണ്. ലെറ്റ്സ് മീറ്റ് ഡാഷ് ദ തിയേറ്റർ. ഉത്തരം അറ്റ്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. അടുത്ത ഹിസ് ഫേസ് വാസ് ഡാഷ് ആഫ്റ്റർ ദ സ്ട്രീറ്റ് ഫൈറ്റ്. ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണേ. അടുത്ത മലയാളം. ഇരുട്ടത്ത് കണ്ണ് കാണാൻ പ്രയാസമാണ് എന്ന വാക്യത്തിന്റെ ശരിയായ രൂപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഇരുട്ടത്ത് കാണാൻ പ്രയാസമാണ്, കണ്ണുകൊണ്ട് തന്നെയല്ലേ കാണുന്നത്. അപ്പൊ കണ്ണ് കാണാൻ എന്ന് വേണ്ടല്ലോ, കാണാൻ പ്രയാസമാണ്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഏതാ? സ്വച്ഛന്തം ആണ് ശരിയായിട്ടുള്ളത്. രക്തത്തിന്റെ പര്യായമല്ലാത്ത വാക്കുകൾ. രക്തത്തിന്റെ പര്യായം അല്ലാത്തത് പിണം പര്യായമല്ല, ബധിരം പര്യായമല്ല, രുതിരവും നിണവും പര്യായമാണ്. ഊട്ടിന് മുൻപും ചൂട്ടിന് പിറകും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് കാര്യം നോക്കി പെരുമാറുക എന്നതാണ്. തുലാം പ്ലസ് ഇൻഡേ ചേർത്തെഴുതിയാൽ എങ്ങനെയാണ്? തുലാത്തിന്റെ ആണ്. അപരാധി എന്ന വാക്കിന്റെ സ്ത്രീലിംഗം അപരാധക. പൂജക ബഹുവചനം വൈദ്യരാണ്. മരക്കൊമ്പ് പിരിച്ചെഴുതിയാൽ എങ്ങനെയാ? മര അധികം കൊമ്പ്, മര അധികം കൊമ്പ്. ശരത്, ചന്ദ്രൻ എന്നീ വാക്കുകൾ ഒറ്റപ്പദമാക്കിയ ശരത് ചന്ദ്രൻ ഇച്ഛയാണ് വരേണ്ടത്. PSC കൊടുത്തത് ശരത് ചന്ദ്രൻ എന്നാണ്. ശരത് ചന്ദ്രൻ എന്നാണ് PSC കൊടുത്ത ഉത്തരം കേട്ടോ. അപ്പൊ അത് നോക്കിയാൽ മതി, PSCയുടെ ആൻസർ നോക്കിയാൽ മതി. സാധാരണ ശരത് ചന്ദ്രൻ എന്ന് കൊടുക്കാറുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ വിപരീതം പാരതന്ത്ര്യമാണ്. പാരതന്ത്ര്യം.
അടുത്ത സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? 55D. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വെക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്? ഇത് 3 പരീക്ഷയ്ക്കും ചോദിച്ചു. 23. താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏത് ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയിട്ട് വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? ദുഃഖവെള്ളി. താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പിൽ ഏത് ഉദ്യോഗസ്ഥനും അതിനും മുകളിൽ ഉള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്താൻ അധികാരം ഉള്ളത്? എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ മുതൽ മുകളിൽ. NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? 31A. 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ട് വന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? 20B ആണ്. 20B2 B ആണ് ആൻസർ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ റീഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ന്യൂട്രൽ സ്പിരിറ്റ്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ താഴെ പറയുന്നതിൽ ഏത് വസ്തുവാണ് ഉപയോഗിക്കുന്നത്? ക്രൂഡ് പിരിഡിനാണ്. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസിസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം നീല. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകളെ സംബന്ധിച്ച് ശരിയായത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നതിന് സ്കൂൾ അല്ലെങ്കിൽ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി എത്രയാണ്? 200 മീറ്റർ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഏത്? ഓഗസ്റ്റ് 15. പൊതുസ്ഥലത്തെ പുകവലി നിരോധിക്കുന്നത് കോട്ട്പ ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരം? 4. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന കൂടിയ പിഴ 200 രൂപ. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പന്ന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള അറിയിപ്പ് ഉണ്ടാകണം? 85%. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ആർട്ടിക്കിളിലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? 47. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ മുഖ്യമന്ത്രി. കേരളത്തിൽ മദ്യ ഉപയോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതലാണ്? 23. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവ് ശിക്ഷ എത്ര? ജീവപര്യന്തം. IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം ഡാഷ് തടവ് ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റം ജാമ്യം ലഭിക്കാവുന്നതാണ്. അതായത് ബെയിലബിൾ ഒഫൻസ് ആണ്. മുകളിൽ പറഞ്ഞതൊന്നുമല്ല എന്നതാണ് ഉത്തരം. ഓക്കെ, അപ്പൊ ഇത്രയാണ് 300 ചോദ്യങ്ങൾ, 3 വർഷത്തെ 300 ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ്, അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ. അപ്പൊ ആപ്പ് ചെക്ക് ചെയ്തോളാം. ഫസ്റ്റ് കമന്റിൽ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.